ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഒരു നേതാവിനെ കുറിച്ചാണ്. ഒരു രാഷ്ട്രീയക്കാരനെ മാത്രമല്ല, ജനങ്ങളുടെ പ്രതീക്ഷകളെ കൈവശം വെച്ച് നടക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ചാണ്. അതാണ് വി ഡി സതീശൻ. കേരളത്തിലെ പ്രതിപക്ഷ നേതാവായ വി ഡി സതീശൻ രാഷ്ട്രീയം എന്നത് അധികാരം നേടാനുള്ള മാർഗം മാത്രമല്ല, ജനങ്ങളുടെ ജീവിതം മാറ്റാനുള്ള ഒരു ഉത്തരവാദിത്വമാണെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്ന വ്യക്തിയാണ്. അഴിമതിക്കെതിരെ ഉറച്ച നിലപാട്, സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടാനുള്ള ധൈര്യം, യുവജനങ്ങൾക്കായി പുതിയ ആശയങ്ങൾ മുന്നോട്ട് വെക്കാനുള്ള ദൂരദർശനം, ഇതെല്ലാം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിന്റെ മുഖമുദ്രകളാണ്. ഇപ്പോൾ കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന ഒരു വലിയ സ്വപ്നം നോളജ് സിറ്റി. ഇതൊരു സാധാരണ പദ്ധതിയല്ല. ഇത് കേരളത്തിന്റെ ഭാവി മാറ്റാൻ കഴിയുന്ന ഒരു ആശയമാണ്. നോളജ് സിറ്റി എന്നത് എന്താണ്? അത് വിദ്യയാണ്. അത് വിദ്യാഭ്യാസം, ടെക്നോളജി, സ്റ്റാർട്ടപ്പുകൾ, ഗവേഷണം എല്ലാം ഒരുമിച്ച് കൊണ്ടുവരുന്ന ഒരു കേന്ദ്രം. നമ്മുടെ യുവാക്കൾ വിദേശത്തേക്ക് പോകാതെ ഇവിടെ തന്നെ മികച്ച അവസരങ്ങൾ കണ്ടെത്താൻ കഴിയുന്ന ഒരു സ്ഥലം. വി ഡി സതീശൻ പോലുള്ള നേതാക്കൾ ഇത്തരം ആശയങ്ങൾ മുന്നോട്ട് വെക്കുമ്പോൾ അത് വെറും വാഗ്ദാനമല്ല, അതൊരു ദിശയാണ്. കേരളം ജോലി തേടി പോകുന്ന സംസ്ഥാനമല്ല, ജോലി സൃഷ്ടിക്കുന്ന സംസ്ഥാനമാക്കാനുള്ള ഒരു ശ്രമമാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് ഒരു കാര്യം മാത്രമാണ്. വാഗ്ദാനങ്ങൾ കേട്ട് കയ്യടി ചെയ്യുന്നതിന് പകരം നമ്മുടെ ഭാവി മാറ്റുന്ന ആശയങ്ങളെ പിന്തുണയ്ക്കണോ ഇല്ലയോ? വി ഡി സതീശൻ പറയുന്നത് വ്യക്തമാണ്. യുവാക്കൾക്ക് അവസരം കൊടുക്കുക, കേരളം മുന്നോട്ട് പോകും. അതിനാൽ നമുക്കൊരു തീരുമാനമെടുക്കാം. നമ്മുടെ നാടിന്റെ വികസനത്തിനായി, കുട്ടികളുടെ ഭാവിക്കായി നോളജ് സിറ്റി പോലുള്ള വലിയ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ നമ്മൾ ഒരുമിക്കാം.